മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. ഒന്നും പറയില്ലേ. ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുത്തി കമന്റ് ഇട്ടേക്കുന്നത്. കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകനോ? ഇപ്പൊ അങ്ങനൊക്കെ ആയില്ലേ രേണു? മുമ്പ് ഇങ്ങനല്ലായിരുന്നു. മൂത്ത മകൻ, ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും? എൻ്റെ അത്രയും പൊക്കമുള്ള പ്രായപൂർത്തിയായ ഒരു മകനല്ലേ എനിക്ക്. 2 മക്കളാണുള്ളത്. ബിഗ് ബോസ് വന്നിട്ട് കണ്ണില്ലാത്ത തത്തമ്മയെ നോക്കിയത് എൻ്റെ കിച്ചുവേ, എൻ്റെ ഋതപ്പ, എൻ്റെ മോനെ ചക്കര, അയ്യോ താത്തമ്മയ്ക്ക് കണ്ണും കുണ്ടിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ചേച്ചിയല്ലേ ഇത്. ഇപ്പൊ മൂത്ത മകനെന്ന് ആരുടെ? കൊല്ലം സുധിയുടെ മൂത്ത മകനെന്ന്. ഇതേ കൊല്ലം സുധിയുടെ മൂത്ത മകനുമായിട്ട് തന്നെ ആയിരുന്നു കൊല്ലം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഇടപഴകിക്കൊണ്ടിരുന്നത്. ഈ കൊല്ലം സുധിയുടെ മൂത്ത മകൻ എന്ന് പറയുന്ന ഈ കിച്ചുവിന് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ രേണുവിനെ അംഗീകരിച്ചതെന്നുമാണ് എനിക്കറിയാവുന്ന ഒരു കാര്യം. മെയിൻലി എനിക്കറിയാവുന്ന ഒരു കാര്യം. ആദ്യമേ സുധിച്ചേട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം. സുധിച്ചേട്ടൻ കറക്റ്റായിട്ട് കിച്ചുവിനോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഈ അമ്മയെ, എങ്ങനെയുണ്ട് അമ്മയാക്കിക്കോട്ടെ, കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കും. കിച്ചു അന്നേരം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഈ രേണു സുധി, അതായത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ നിൽക്കുന്ന രേണു സുധിയിലേക്ക് വന്ന് എത്താനുള്ളൊരു ദൂരം. അപ്പൊ അങ്ങനെ വന്നൊരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കൊല്ലം സുധിയുടെ മൂത്ത മകനെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവരല്ലേ വ്യക്തമായിട്ടുള്ള അവസരവാദി, റീച്ചിന് വേണ്ടി മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ മനസ്സിൽ എത്രത്തോളം കുശുമ്പും കുഞ്ഞായ്മയും കയറ്റി വെച്ചിട്ടാണ് ഈ ഒരു ചെറുക്കനെ ഇതുപോലെ മകനെ എന്ന് വിളിച്ച് കൊണ്ടു നടന്നത്. അങ്ങനെ മകനെ എന്ന് ഒരു തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം മകനായാലോ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ആ വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ മോനല്ലേ, അവന് പറയുന്ന കാര്യമല്ലേ ഉള്ളവൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാനും വരത്തില്ല. വ്യക്തമായിട്ട് അവർ പറയുന്നത് കേട്ടില്ലേ, കൊല്ലം സുധിയുടെ മൂത്ത മകനെന്നും. അവനങ്ങനെ പറയാനിടയുണ്ടായ കാര്യം, സുധിച്ചേട്ടന്റെ പേര് നശിപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്ക്ലൂസീവിനകത്ത് വിധവ, കൊല്ലം സുധിയുടെ പേരും കൂടെ കയറ്റി വെച്ചിട്ട് വിധവ എന്ന ഒരു ലേബലിനകത്ത് നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് തൊലിഞ്ഞ കാലെടുത്ത് കാണിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഗുഡ് മോർണിംഗിന്റെ ജി കഴിഞ്ഞിട്ട് 2 O ഉണ്ടല്ലോ, ആ 2 O മാറ്റിയിട്ട് അപ്പുറത്ത് ഡി ഇടും. ഇപ്പൊ നടുക്കെന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഞാൻ പറയുന്നില്ല. അപ്പൊ ആ രീതിയിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അവൻ വേണം പറയണോ, ദിസ് ഈസ് മൈ സ്റ്റെപ്പ് മോം, അങ്ങനെ പറയണോ? നാണമില്ലാത്ത പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നാണമില്ലാത്ത പരിപാടിയിൽ നിന്ന് ഒരു മാറ്റം ആരായാലും ആഗ്രഹിക്കുമല്ലോ. അത്തരത്തിലൊരു മാറ്റമാണ് പെർപ്പിളിനുണ്ടായിരിക്കുന്നത്. ആ സാധനം ഞാനൊന്ന് കാണിച്ചുതരാം. എന്നിട്ട് രേണു സുധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ മകനെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും മകൻ അമ്മയെക്കുറിച്ച് ഇപ്പൊ പറയാനുള്ള കാര്യം, അത് അലമ്പ് സ്വഭാവം, അലമ്പ് പരിപാടിയാണ്. ഞാനത് കാണിച്ചുതരാം. മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. പിന്നെ ഈ അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയത് തുടങ്ങും. അയ്യോ പെർപ്പിൾ ചേച്ചി, ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ആധാർ വെരിഫിക്കേഷനും സംഭവങ്ങളൊക്കെ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. പഴയതുപോലെ പരിപാടികളൊന്നും നടക്കത്തില്ല. അവര് റെസ്ട്രിക്ഷൻസ് കൂട്ടി. അവര് ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരും ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊഫൈലിൽ മതി, അങ്ങനെ ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് പുതിയ പോളിസിയൊക്കെ വന്നു. അതുകൊണ്ട് പോളിസി വയലേഷൻ ഒന്നും ഇനി അംഗീകരിക്കുന്ന കാര്യമല്ല. രേണു സുധിയുടെ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം പോളിസി വയലേഷൻ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല, അടിച്ച് അണ്ണാക്കി കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനിപ്പം ഞങ്ങൾ കുറെ പേര് വീഡിയോ ചെയ്യുന്നോ, ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയെന്നോ, ഞങ്ങളായിട്ട് നേരിട്ട് മെറ്റേക്ക് പരാതി കൊടുത്തോന്നോ അല്ല. അവരുടെ വെരിഫിക്കേഷനകത്ത് രേണു സുധി മിക്കവാറും ഉടനെ തന്നെ പെടും ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത്ര എനിക്ക് ഒരു അവസരത്തിൽ പറയുള്ളൂ. എന്നിരുന്നാലും പർപ്പിൾ ഈ അക്കൗണ്ട് വിട്ടിട്ട് പോയിട്ട് പുതിയതായിട്ടൊരു സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇനി രാസകേളികളൊക്കെ നടക്കാൻ പോകുന്നത്. നടന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. ഇതിനൊരു ദൂഷ്യവശം, ഇതുപോലൊരു പബ്ലിസിറ്റി നിങ്ങൾ വീണ്ടും കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഇൻകം കിട്ടുന്നുണ്ടോ? മാസം 7 ലക്ഷം രൂപ ഒന്നും ചെയ്യാതെ വന്നിരുന്ന് തുണി അഴിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ബോധം എല്ലാവർക്കും കിട്ടും. ആ ഒരു ബോധം വരുമ്പോഴത്തേക്കിന് പലരും പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഉളപ്പാനാണെങ്കിലും ജോലിയാണെങ്കിലും ശരി, പല കാര്യങ്ങളും മാറ്റിയിട്ട് ഈവൻ ഫേസ് മറച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് പെണ്ണുങ്ങളുടെ ഫേസ് മറച്ചിട്ട് ഇറങ്ങുന്നു ഈ ഒരു പരിപാടിയായിട്ട്. അങ്ങനെ ഇറങ്ങിയാൽ മതി അവർക്ക്, അല്ലേ? ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള ഒരു ടാറ്റോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരാന്ന് ഒന്നും മനസ്സിലാവത്തില്ലല്ലോ. സുഖമായിട്ട് മുഖം മറച്ചിട്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഒരുപാട് ആൾക്കാരെ പല രീതിയിൽ വഴിതെറ്റിക്കാനും ഈ ഒരു ഓപ്ഷൻ സാധിക്കുന്ന ഒരു കാര്യം. എന്നിരുന്നാലും ഇതിപ്പോൾ ആരെ കൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിനകത്തുനിന്ന് എടുത്ത് മാറ്റിയതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഈ പെണ്ണ് പ്രത്യേകിച്ച് ഒരു മാതൃകയായിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്ന് കാണിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക സൈറ്റ് ഉണ്ട്, പ്രത്യേക രീതിയിൽ തന്നെ പോകും. ഞാൻ ഒരു കാര്യം പറയാം, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ആരെങ്കിലും പത്തനാപുരത്ത് ഇതുപോലുള്ളൊരു ഫാമിലി ഉണ്ടല്ലോ, രശ്മി നായർ.
പിന്നെ ചടയമംഗലത്തുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്നത്, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല. നമ്മൾ ആരെങ്കിലും അവരെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? അവർ എന്തോ കാണിക്കുന്നത്? പ്യൂർലി ബ്ലൂ ഫിലിം വരുന്ന വീഡിയോസ് അല്ലേ കാണിക്കുന്നത്? കംപ്ലീറ്റ് അത് തന്നെയാണല്ലോ. അവരാരെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്? ഇല്ല. അവരുടേതായ ആ ലോകത്ത് അവർ പ്രദർശിപ്പിക്കുന്നത്, അല്ലാതെ അവർ വന്നിട്ട് നമ്മളെ യൂണിവേഴ്സിലോട്ട് വന്നിട്ട് ഈ സാധനം നോക്കുന്നത്. കാരണം അവരുടെ ലോകത്തോട്ട് ചെന്നാൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കൂ. അവരുടെ ആ യുണീക്ക് സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലണം, എന്നാൽ മാത്രമേ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇവരുടെ വീഡിയോസ് എന്തൊക്കെയാണ്, ഇവരുടെ ഫോട്ടോസ് എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എടുക്കുന്ന ഈ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഓരോ റീൽസ് കാണാനായിട്ട് എടുക്കുന്ന സാധനത്തിനിടയിൽ കൂടെ ഇതിന് ഉള്ള ആഡ്സോ പബ്ലിസിറ്റികളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അതുപോലുള്ള ആൾക്കാർ ആരും എടുത്ത് റിയാക്ട് ചെയ്യാനും നിങ്ങൾ കാണിക്കുന്ന തെറ്റാണെന്ന് പറയാനും നിൽക്കാത്ത. ഒരിക്കലും ഇതൊരു തെറ്റല്ല, പക്ഷെ നിങ്ങൾ കാണിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ഹായ് ഗായ്സ്, പർപ്പിൾ ആണ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോയിൽ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ 1 വീക്കായിട്ട് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് ഭയങ്കര പരാതി, ലൈവ് കുറച്ച് പ്രീമിയം ആയതുകൊണ്ട് റേറ്റ് കുറയ്ക്കണമെന്ന്. പ്രീമിയം ആയതുകൊണ്ട് അപ്പം നല്ല പൈസ ആയിരുന്നിരിക്കും അല്ലേ? എന്നാലും ആൾക്കാരൊക്കെ എടുക്കുമായിരിക്കില്ല. എത്ര രൂപയാ? പേഴ്സണലൈസ്ഡ് വീഡിയോസ് റിക്വയർഡ് ടു ഗെറ്റ് കസ്റ്റമേഴ്സ് 5000 രൂപ. കണക്ട് വിത്ത് മീ ഓൺ എ 15 മിനിറ്റ്സ് വീഡിയോ കോൾ. ലെറ്റ് ഗെറ്റ് ടു നോ ഈച്ച്. 4999 രൂപ. ഡേയ്, 1 രൂപ ഡിസ്കൗണ്ട് എടുത്തോട്ട് പൈസ കുറച്ചെന്നാ. 15 മിനിറ്റ് വീഡിയോ കോളിന് 5000 രൂപ, 4999 രൂപ. എന്റെ അളിയാ, ദൈവമേ, ഇത്രയും രൂപ ഞാൻ ഒരു വീഡിയോ ഇട്ട പോലെ ഇത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5000 രൂപ 15 മിനിറ്റ് വീഡിയോ കോൾ ചെയ്യുന്നതിന്. 5000 രൂപയ്ക്ക് ഉണ്ടല്ലേ അപ്പൊ നിനക്ക്? 5000 രൂപ വന്നിട്ട് വരൂല്ലേ ആൾക്കാർ? എടാ, 5000 രൂപ കൊടുത്തല്ലേ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കാമല്ലോ. പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിയലായിട്ട് കാണാനും തൊടാനും ഒക്കെ പറ്റുന്നൊരു കാര്യമല്ലേ? ഫോൺ വഴി ഇങ്ങനെയല്ലേ? അയ്യോ, ഒരുപാട് പേര് പറയുന്നു അവർക്ക് ചേച്ചിയെ കാണണം, ചേച്ചിയുടെ ലൈവ് അറ്റൻഡ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അഫോർഡബിൾ ആയിട്ട് നാളെ ഒരു കിടിലൻ ഓഫറിനാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 മണിക്കാണ്. പിന്നെ ഞാൻ ആരെയും കമ്പനി ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. എന്നെ സ്നേഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. അതൊരു ഫ്രണ്ട്ലി, ഒരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു ലൈവ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും താല്പര്യമുള്ളവർ വരിക, കാണുക, ഞാനുമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക. എന്തൊക്കെ ലൈവ് എങ്ങനെ അറ്റൻഡ് ചെയ്താലും ചിറ്റാറ്റ് പോലുള്ള ഒരു ലൈവ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് 5000 രൂപ ഈ പറഞ്ഞ പർപ്പിൾ പോലുള്ള ഒരു പെണ്ണിനാരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അവർ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്കുള്ള മുതൽ എന്തെങ്കിലും അവിടെ വേണം കാണിക്കണം. ഇല്ലെങ്കിൽ ഇത് പൂട്ടി പോകുന്ന ഒരു കാര്യം തന്നെ. അത് കൺഫേമാ. ചിറ്റാറ്റ്, പിന്നെ ചിറ്റാറ്റ് അല്ല, കിറ്റ്കാറ്റ്. പിന്നെ മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. പിന്നെ ഈ അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ അക്കൗണ്ട് ഐഡന്റിഫൈ ആവും, ഫ്രോഡിനകത്ത് ഐഡന്റിഫൈ ആവും. പിന്നെ നിനക്ക് സോഷ്യൽ മീഡിയ ഒന്നും പറ്റത്തില്ല. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈവൻ വാട്സപ്പിലും എന്തെങ്കിലും ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ, മക്കളെ, നിങ്ങളും കൂടെ ആലോചിച്ചോ. പുതിയ പോളിസീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതേപോലുള്ള കുറെ കുത്തിക്കഴപ്പ് കൊടുത്തവന്മാരും എടുത്തവളുമാരും കിടന്ന് ഓരോ പരിപാടികൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ കാണിക്കും. ഇതൊന്നും അറിയാതെ നമ്മളിരിക്കുന്ന നമ്മുടെ അണ്ണാക്കിലേക്കായിരിക്കും ഈ സാധനത്തിന്റെ ഇവരുടെ പോളിസി വയലേഷനും കാര്യങ്ങളും എല്ലാം അടിച്ചു കയറി ഇച്ചിരി കൂടെ നിയമം സ്ട്രോങ് ആക്കി വലിച്ചു മുറുക്കി കെട്ടുന്നത്. അതുകൊണ്ട് ഈ തോന്നിവാസത്തിനൊന്നും കൂട്ടു നിൽക്കാനായിട്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിൽക്കരുത്. ഇത് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരാൾ കൊടുക്കുന്നു. എന്തോ അത്? ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. സോറി, അതെന്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇതിന്റെയൊക്കെ വീഡിയോ ആരെടുത്ത് വെച്ച് കാണാനാ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന്? ഇത് സബ്സ്ക്രിപ്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാം അല്ലാതെ എടുത്ത് ഫോട്ടോ ഇട്ടതാ. ഇനി സബ്സ്ക്രിപ്ഷൻ എന്തിനാ? എനിക്കറിയാം പയ്യ സബ്സ്ക്രിപ്ഷൻ എന്തിനാണെന്നുള്ളത്. അപ്പൊ രേണുസുതിയുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, രേണുസുതിക്ക് കുരുപൊട്ടിയല്ലോ. കിച്ചുവിന്റെ കാര്യത്തിൽ കുരുപൊട്ടി. ഈ എക്സ്ക്ലൂസീവ് സാധനങ്ങളെല്ലാം തന്നെ അടിച്ചിരിക്കുന്ന ഈ കുരുപൊട്ടിയതിന്റെ ഒരു റീസൺ ഉണ്ടല്ലോ. ആ റീസൺ ഞാനത് കാണിച്ചാണ്. കുരുപൊട്ടയുടെ സാഹചര്യം എന്താണുള്ളത്. ഈ ചെറുക്കനെ ഒരു ഷോപ്പ് ഇനാഗ്രേഷന് വിളിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ഇനാഗ്രേഷൻ നടത്തുന്നു.
അതിന് നല്ലൊരു പിന്തുണ, സോഷ്യൽ മീഡിയയിൽ നല്ല പിന്തുണ, ഈവൻ കമന്റ്സ് സഹിതം ലൈക്സ് സഹിതം. രേണു സുധിയുടെ ഇനാഗ്രേഷന് പോലും ഇത്രയധികം ലൈക്കുകൾ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ലൈക്കും ഒരു പിന്തുണയും ഈ ഒരു പരിപാടിക്ക് ഈ ചെറുക്കന് ലഭിച്ച് നമ്മുടെ ഈ നാട്ടിലെ ഉദ്ഘാടികയായിരുന്ന രേണു സുധിക്ക് ഇപ്പോൾ ഉദ്ഘാടനം പോയിട്ട് ഒരു മാങ്ങാത്തൊലി പോലും കിട്ടുന്നില്ല. അത് ഉടനെ ഇപ്പോൾ അടുത്ത വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇനി ആ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉടനെ അവരവിടെ ചെല്ലുമ്പോഴത്തേന് പുറത്ത് വരുമെന്നാണ് സബീന ബീബിയുടെ ചാനലിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കളിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഉറപ്പായിട്ട് ഞാനതെല്ലാം എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരിങ്ങനെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന എക്സ്ക്ലൂസീവിനകത്ത് കാലും കൈയൊക്കെ കാണിച്ച് 2 ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കടിക്കല്ലട കുട്ട എങ്ങനെ ഇരുന്നയായിരുന്നു. ഭവനമുലലെ അല്ല മുകളേറിയ മന്നനെ തോളത്ത് മാറാപ്പും ചേർത്തിറക്കുന്നതും ഭവാൻ അല്ലേ. കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പരിപാടികളും നടന്നു. അതിന്റെ ഭാഗം തന്നെ അതൊന്ന് കേട്ടു നോക്കാം. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ചെക്കൻ നാടെന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്? അല്ലെ അല്ലെ അതാണ് കാരണം ഇവനെ സുചേട്ടനെ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ ഒരു കാര്യം പറയാനുണ്ട്. കിച്ചു ഇപ്പൊ ഇതുപോലെ ബ്രാൻഡ് ഉദ്ഘാടനം വന്നിട്ടുണ്ടെങ്കിൽ കിച്ചു സ്വന്തമായിട്ടൊരു ബ്രാൻഡ്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൂപ്സി ബൈ കിച്ചു അങ്ങനെയാണെന്ന് എനിക്ക് പേര്. കഴിഞ്ഞ ദിവസം ഞാൻ റീൽ കണ്ടായിരുന്നു. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അടിപൊളിയായിട്ട് പോട്ടെ, നല്ല രീതിയിൽ പോട്ടെ. ആ ഒരു ബ്രാൻഡ് കൊല്ലത്തിന്റെ ഒരു അഭിമാനമായിട്ട് തന്നെ വരട്ടെ, കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ട് നിനക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ സാധനം പോട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഞാൻ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി. അപ്പം ഇങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുരുപെട്ടാതിരിക്കുവാടാ. അപ്പൊ ഇതേ കാര്യം ഇതിനിടയിൽ രേണു സുധിയുടെ കാര്യം മകനോട് ചോദിക്കുന്നു. അതായത് ഒരു സമയം കഴിഞ്ഞ വർഷം ഈ സമയം കിച്ചുവിനെ കൊണ്ട് തുറപ്പിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. കാരണം രേണു സുധി അങ്ങ് തകർക്കുമായിരുന്നു. കറക്റ്റ് 365 ദിവസം കഴിയുമ്പോഴത്തെ രേണു സുധിയാണ് ഈ കിച്ചു മുകളിലേക്ക് കയറി വരും. കാലം പോയ പോക്ക്. ഇപ്പൊ അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയാ. നല്ല കാര്യം, സൂപ്പർ, എനിക്കൊന്നും പറയാനില്ല. അത്രേ ഉള്ളു. അവൻ എന്തോ പറയാനാണ്, അവനകത്ത് എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാനാ. അവര് തൊലി ഉരിഞ്ഞു പോകുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇവൻ ആദ്യം തന്നെ അമ്മയുമായിട്ടുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിയത് കൊണ്ട് കിച്ചുവിൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. വളരെ നല്ലൊരു കാര്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കേ. ഇനി ഇതെല്ലാം കണ്ടിട്ട് കുരു പൊട്ടി ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാതിരുന്നിട്ട് ബർത്ത്ഡേ കിച്ചു ഇട്ടപ്പോഴത്തേക്കിന് അയ്യോ ഞാൻ ഇട്ടില്ലല്ലോ എന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു സമയത്ത് എന്തോ ചെയ്യാനാ അല്ലേ കുരു പൊട്ടിയ രേണു സുധിക്ക് പറയാനുള്ളത്. രേണു സുധിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുത്തി കമന്റ് ഇട്ടേക്കുന്നത്, മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ടേ മേടിച്ചു കൊടുക്കുക? പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. അയ്യോ പാപം ചേച്ചി. അതായത് കിച്ചുവിനെ എങ്ങനെയെങ്കിലും, അല്ല കിച്ചു വന്നിട്ട് ഋതപ്പനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോടാന്ന്. അപ്പം കാണുന്ന ആൾക്കാരുടെ ആ ഒരു വിലയിരുത്തലൊന്ന് ആലോചിച്ച് നോക്കിയാൽ രേണുവിനെ കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ആൾക്കാർക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രം ആയതുകൊണ്ടല്ലേ ആ കൊച്ചിനെ സ്വന്തം തള്ളയിലെടുത്തുന്നെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോടാ കിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. എല്ലാം നല്ലത്, അടിപൊളി. രേണു സുധി കാണിച്ചുകൊണ്ടിരിക്കുന്നതും രേണു സുധി ഇനിയും കാണിക്കാൻ പോകുന്നതും ഒരു നെകളിപ്പുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെടുത്ത് വന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സജീനയും പിന്നെ വേറൊരു പെണ്ണും പിള്ളയും, ഈ 2 പെണ്ണുങ്ങളും പറയുന്നത് വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ കൂടെ ലൈവിലും ഒക്കെ വന്ന് രേണുസുതിയാണേ പോടാ നാറികളെ തെറ്റകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തെറി വിളിച്ചുള്ള കുറെ റീലും സാധനങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ അണ്ണാക്കി കിട്ടി പിരി വെട്ടി വീട്ടിനകത്തിരിക്കും. അപ്പം നല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മൾ ആദ്യമേ പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ പല വീഡിയോയിലും ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇമാതിരിയുള്ള പെരുമാറ്റം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കൈവിട്ടു പോകുന്ന ജീവിതവും കരിയറുമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഒരു ബലൂൺ കണക്കിരുന്നതാണ്, ഒരു സൂചിയോ ഒരു മുള്ളോ ഒരു സൈഡിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ഡമ്മെന്നടിച്ച് പോകുന്നൊരു കാര്യമാണ്. ഇനി തിരിച്ചു വന്നാൽ രേണുവിന് കൊള്ളാം, തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്കും കൊള്ളാം, എല്ലാവർക്കും കൊള്ളാം, അത്രയേ ഉള്ളൂ. തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ
ആ വിധവ എന്ന് പറഞ്ഞ ലേബലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ കാണിക്കുമല്ലോ. അതുകൊണ്ട് ആ ലേബലൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ വീണ്ടും ചോദിച്ചാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നടക്കാതെ നിങ്ങൾ കാണിക്കുന്നതിനകത്തൊന്നും ഒരു സത്യസന്ധത ഇല്ലെന്നും നിങ്ങൾ സുധിച്ചേട്ടനെ വെച്ച് മുതലെടുക്കുവാണെന്നും അദ്ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുവാണെന്നും നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രൊവോക്ക് ചെയ്ത് വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആൾക്കാരെ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് സുധി എന്നുള്ളതും കാണുന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം. ഒരല്പമെങ്കിലും അതിനൊരു മാറ്റം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എക്സ്ക്ലൂസീവോ അല്ലെങ്കിൽ സൈറ്റോ നിങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ ഇട്ട് മര്യാദയ്ക്ക് പോകാം. ആരും നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും നിങ്ങൾക്കെതിരെ പ്രതികരിക്കാനും വരുന്നൊരു കാര്യമായിരിക്കത്തില്ല. അപ്പം ശരി.